പ്രൈസ് ദി ലോർഡ്. ചോദ്യം ഇതാണല്ലോ, നവീകരണത്തിലേക്ക് വന്ന ഒരാൾക്ക് വികലാംഗയായൊരു കുട്ടി ജനിച്ചു. യേശുവിനോട് ഐക്യപ്പെട്ട സ്ഥിതിക്ക് ശിക്ഷാവിധി നീങ്ങിയില്ലേ, പിന്നെ ഈ കുട്ടി ജനിച്ചതിന് എന്ത് മറുപടിയാണ്? ഒരു വ്യക്തി നവീകരണത്തിലേക്ക് വന്നു എന്നുള്ളത് സത്യമാണ്. എങ്കിലും ഈ ലോകത്തിൽ ഒരു തകർന്ന ലോകമായതുകൊണ്ടും കഴിഞ്ഞ തലമുറയുടെ എല്ലാ പാപവും ഇങ്ങോട്ട് വരാൻ സാധ്യതയുള്ളതുകൊണ്ടും അങ്ങനെ ഒരു സംഭവം ഉണ്ടാകാം. പക്ഷേ നവീകരണത്തിലേക്ക് വന്ന ഒരു വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിക്ക് ഈ വികലാംഗയായ കൊച്ചിനെ, ഒരു വൈകല്യമില്ലാത്തൊരു കൊച്ചിനെ സ്വീകരിക്കുന്നത് പോലെ സ്വീകരിക്കാൻ സാധിക്കും. ഈ കൊച്ചിനെ പ്രതി ഒരു ദുഃഖം ആ വ്യക്തിക്ക് ഉണ്ടാവുകയില്ല. അതൊരു അടയാളമാണ്. രണ്ടാമത്, ഈ കുഞ്ഞ് നവീകരണത്തിലേക്ക് വന്നാൽ ഈ കുഞ്ഞിൻ്റെ വൈകല്യം ആ കുഞ്ഞിനെ ഒരിക്കലും ദുഃഖിപ്പിക്കില്ല. ആ വൈകല്യത്തിന് അതീതമായിട്ട് ആ കുഞ്ഞ് ദൈവരാജ്യത്തിൻ്റെ അടയാളമായി തീരും. പ്രൈസ് ദി ലോർഡ്. ഇനി നാം ജീവിക്കുന്ന ലോകം ഒരു തകർന്ന ലോകമാണ്, ഡിസോർഡറുള്ള, ക്രമക്കേടുള്ള ഒരു ലോകമാണ്. അപ്പോൾ എപ്പോൾ മനുഷ്യൻ ദൈവത്തിൻ്റെ ആധിപത്യത്തിൽ നിന്ന് വിട്ടുപോയോ അപ്പോൾ മുതൽ ക്രമക്കേട് ആരംഭിച്ചു, ഒരു ഡിസോർഡർ ആരംഭിച്ചു. നമുക്കത് കാണാം, ജലപ്രളയമായിട്ടും സോദോം ഗൊമോറയായിട്ടും ഒക്കെ കാണാം. പിന്നീട് നമ്മൾ കാണുന്നുണ്ട്, യോനാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ കാണുന്നുണ്ട്, നിനിവേ അന്നത്തെ ഏറ്റവും വലിയ നഗരിയായിരുന്നു, ഇന്നത്തെ ന്യൂയോർക്കോ ടോക്കിയോ പോലെയായിരുന്നു. അപ്പം നിനിവേ നഗരം നശിപ്പിക്കപ്പെടാൻ പോകുന്നു, നീ പോയി മാനസാന്തരത്തിൻ്റെ സുവിശേഷം പ്രസംഗിക്കാൻ. അങ്ങനെ അവസാനം അവിടെ മാനസാന്തരത്തിൻ്റെ സുവിശേഷം പ്രസംഗിക്കപ്പെട്ടു. ആളുകൾ അനുദപിച്ചു, ചാക്കെടുത്ത് ചാരം പോച്ചി. അവിടെ നിന്ന് ദുരന്തം ഒഴിവായിപ്പോയി. ദുരന്തം ഒഴിവായിപ്പോയതിന് കാരണമായിട്ട് അവർ മനസ്സിലാക്കിയത്, ദൈവം മനസ്സ് മാറ്റി ശിക്ഷിക്കണമെന്ന് തീരുമാനിച്ച ദൈവം, വേണ്ട ഇവരെ ശിക്ഷിക്കേണ്ട, ഇവരിത്രയൊക്കെ അനുദപിച്ചല്ലേ എന്ന് വിചാരിച്ച് ദൈവം മനസ്സ് മാറ്റിയെന്ന്. ദൈവത്തിൻ്റെ മനസ്സ് മാറ്റി എന്ന് പറഞ്ഞാൽ നിനിവേക്കാർ ദൈവത്തിനെ വീഴിച്ചു എന്നർത്ഥം. ദൈവത്തെ നിനിവേക്കാർ പരിധിയിലാക്കിയെന്നതിൻ്റെ അർത്ഥം. പക്ഷെ സംഭവിച്ചതല്ല. നിനിവയിൽ വരാനിരുന്നൊരു ദുരന്തം ഇവർ മാനസാന്തരപ്പെട്ട് പ്രാർത്ഥിച്ചപ്പോൾ, കൃപ വന്ന് അവിടെ ഓർഡർ പുനഃസ്ഥാപിക്കപ്പെട്ടപ്പോൾ നിനിവയിൽ വരാനിരുന്നൊരു ദുരന്തം മാറിപ്പോയി. അവിടെ ദൈവം പ്രവർത്തിച്ചു, ഇവരിലൂടെ ദൈവം പ്രവർത്തിച്ചു. ഇവർ ഉപവസിച്ചില്ലായിരുന്നെങ്കിൽ, അനുദപിച്ചില്ലായിരുന്നെങ്കിൽ, ചാക്കെടുത്ത് ചാരം പൂശില്ലായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അതുപോലെ പ്രാർത്ഥിച്ചില്ലായിരുന്നെങ്കിൽ ദൈവത്തിന് അവരെ രക്ഷിക്കുന്ന ഒരു കൃപ അവിടെ പ്രസരിപ്പിക്കാൻ സാധ്യമല്ലായിരുന്നു. അപ്പം മനുഷ്യരിലൂടെയാണ് ദൈവം പ്രകൃതിയെ അനുഗ്രഹിക്കുന്നത്, മനുഷ്യരിലൂടെയാണ് അനന്തര തലമുറയെ അനുഗ്രഹിക്കുന്നത്, ഇന്നുള്ളവരിലൂടെയാണ് ഇനി വരാനുള്ളവരെയൊക്കെ അനുഗ്രഹിക്കുന്നത്. നാം ജീവിക്കുന്ന ഭൂമിയെ അനുഗ്രഹിക്കുന്നത്, പ്രകൃതിയെ അനുഗ്രഹിക്കുന്നത്, വിളകളെ അനുഗ്രഹിക്കുന്നത്, നമ്മുടെ ബിസിനസ് മേഖലയെ അനുഗ്രഹിക്കുന്നതൊക്കെ. അപ്പോൾ ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു സമൂഹം മുഴുവനും കൃപയിലാകുമ്പോൾ ആ സമൂഹം മുഴുവനും വിശദീകരിക്കപ്പെടാനുള്ള സാധ്യതയാണ്, അല്ലെങ്കിൽ ഓർഡറിലേക്ക് വരാനുള്ള സാധ്യതയാണ്. പക്ഷെ അന്നത്തെ ആളുകൾക്ക് മനസ്സിലായത് അങ്ങനെയാണ്. ദൈവം മനസ്സ് മാറ്റുകയില്ല. കാരണം എന്താ? ദൈവത്തിൻ്റെ മനസ്സിന് മാറ്റത്തിൻ്റെ ആവശ്യം ഇല്ല. മനസ്സ് മാറ്റുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ദൈവം മനസ്സ് മാറ്റുന്നതല്ല സത്യത്തിൽ. അത് ഇപ്പോൾ ഈ നിനിവേയുടെ കാര്യം തന്നെ എടുക്കുക. നിങ്ങൾ ഉപവസിച്ച് പ്രാർത്ഥിക്കുക, ഒരുപക്ഷെ ദൈവം മനസ്സ് മാറ്റിയേക്കുന്ന യോനാ പറയുന്നത്. അങ്ങനെ സംഭവിക്കുകയും ചെയ്തു. അപകടം ഒഴിവായിപ്പോയി. അപ്പം ദൈവം മനസ്സ് മാറ്റിയെന്ന് അവർ ധരിക്കുന്നു. സത്യത്തിൽ ഇവരുടെ മനസ്സ് മാറിയപ്പോൾ ദൈവത്തിൻ്റെ കൃപ ഇവരിലേക്ക് ഒഴുകി. അപ്പോൾ അവിടെ ഉണ്ടാകാനിരുന്നൊരു ദുരന്തത്തെ തടയാൻ ഈ കൃപയ്ക്ക് സാധിച്ചു. ഒരു ഓർഡർ അവിടെ പുനഃസൃഷ്ടിക്കപ്പെട്ടു. അതാണ് സംഭവിച്ചത്. ദൈവം മനസ്സ് മാറ്റുമെന്ന് പറഞ്ഞ അർത്ഥം, ദൈവം ആദ്യം എടുത്ത തീരുമാനം തെറ്റായിരുന്നു, രണ്ടാമത് വേറൊരു തീരുമാനം എടുത്തെന്ന് വരും. ദൈവം നിത്യനാണ്, മാറ്റമില്ലാത്തവനാണ്. ദൈവത്തിൻ്റെ തീരുമാനം മാറ്റേണ്ട കാര്യമില്ല. കാരണം അത്രയും നല്ലത്. മാറ്റം ആർക്കാണ് വേണ്ടത്? മനുഷ്യനാണ് മാറ്റം വേണ്ടത്. മോശം തീരുമാനം എടുത്തവർക്കാണ് മാറ്റം വേണ്ടത്. അപ്പോൾ ദൈവം ഒരിക്കലും മാറ്റം ആവശ്യമായൊരു തീരുമാനം എടുക്കുകയില്ല. കാരണം ദൈവം ഏറ്റവും നല്ലത് എടുക്കുള്ളൂ. ഏറ്റവും നല്ലതെടുത്താൽ പിന്നെ മാറി വേറൊന്നെടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ദൈവത്തിൻ്റെ തീരുമാനം എന്ന് പറയുന്നത് അത് ഏറ്റവും നല്ലതാണ്. അപ്പോൾ മനുഷ്യനാ മാറ്റത്തിൻ്റെ ആവശ്യമുള്ളത്. അപ്പോൾ അവരുടെ ധാരണയിൽ അവർക്ക് അങ്ങനെയാണ് അത് മനസ്സിലായത്. സൂര്യൻ ഉദിച്ചു അസ്തമിച്ചു എന്ന് പറയുന്ന പോലെ ഉള്ളൊരു കാര്യം അത്. അപ്പോൾ ഈശോ ഓർമ്മമാണ്, അല്ലെങ്കിൽ ജോഷുവ സൂര്യനെ പിടിച്ചു നിർത്തി ഇല്ലേ, അന്നത്തെ അമലേഖരുമായിട്ടുള്ള യുദ്ധത്തിൻ്റെ സാഹചര്യത്തിൽ സൂര്യൻ അസ്തമിച്ചില്ല എന്ന് പറയുന്നു. വാസ്തവത്തിൽ സൂര്യനെ പിടിച്ചു നിർത്തി എന്ന് പറയുമ്പോഴും സംഭവിച്ചത് എന്തായിരിക്കണം?
ഭൂമി ഒരു പ്രാവശ്യം കറങ്ങാതിരുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇങ്ങനെ ശാസ്ത്രം അതിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. ഭൂമിയുടെ കറക്കത്തിന് എവിടെയോ ഒരു തടസ്സം നേരിട്ടതിനെക്കുറിച്ചൊക്കെ. എന്തോ ആട്ടെ, അപ്പം അവരുടെ കാഴ്ചപ്പാടിൽ സൂര്യൻ നിശ്ചലമായിട്ട് നിൽക്കുന്നു. അപ്പം സൂര്യനെ പിടിച്ചു നിർത്തിയെന്നാണ് അവർ മനസ്സിലാക്കുന്നത്. എന്ന് പറഞ്ഞ പോലെ മനസ്സിലാക്കലിൻ്റെ വ്യത്യാസമാണത്. അങ്ങനെ അത് ശരിയല്ല. ദൈവം അങ്ങനെ മനുഷ്യൻ്റെ മനസ്സിന് കരച്ചിലിന് മുമ്പിൽ ബലഹീനനാവുക എന്ന് പറഞ്ഞാൽ ഇവിടെ സംഭവിച്ചത് ഇതാണ്. അവൻ അങ്ങനെ കരഞ്ഞ് നിലവിളിച്ചില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ അവൻ മരിച്ചു പോയനെ. ഈ മരണത്തെ അതിജീവിക്കാൻ ദൈവത്തിൻ്റെ കൃപ അവനിൽ ഈ കരച്ചിലോടുകൂടി സാധിച്ചു എന്നുള്ളതാണ് സത്യം. ഇതെല്ലാം മാനുഷിക ഭാഷയും കൂടെയാണ് ഉപയോഗിക്കുന്നത്. മാത്രമല്ല, ദൈവാവിഷ്കാരത്തിൻ്റെ വികാസ പരിണാമത്തെക്കുറിച്ചുകൂടി ഈ അവസരത്തിൽ ചിന്തിക്കണം. ഒരു വാചകമായിട്ട് എടുക്കരുത് കേട്ടോ. യേശുക്രിസ്തുവിൽ പൂർണ്ണമായ സത്യമാണ്, യേശുക്രിസ്തുവിൽ വെളിപ്പെട്ട സത്യമാണ്. അപ്പോൾ അതിനെ നമ്മൾ ഒരു വാചകത്തെ പിടിച്ച് നമ്മൾ തൂങ്ങരുത്. അതാണ് അതിൻ്റെ പ്രത്യേകത. എവിടെ നോക്കിയാലും നമുക്ക് ഈ കാഴ്ചപ്പാടിൽ എല്ലാത്തിനെയും പുനരാഖ്യാനം ചെയ്യാൻ പറ്റും. അങ്ങനെ അല്ലാത്തൊന്നും ഞാൻ കണ്ടിട്ടില്ല. കാരണം മനുഷ്യൻ്റെ അറിവിൻ്റെ വിവിധ ഘട്ടങ്ങളിൽ ഓരോ രീതിയിൽ അതിനെ മനസ്സിലാക്കി എഴുതി വെച്ചു എന്നേ ഉള്ളൂ. ഇവിടെ ഒരു താത്വികമായ ഒരു കാര്യമുണ്ട്. അത് നമ്മൾ ഫിലോസഫിക്കലായിട്ടൊന്ന് ചിന്തിക്കുന്ന നല്ലതാണ്. രണ്ട് തരം പ്രവൃത്തിയുണ്ട്. ആദി പ്രവൃത്തി, പ്രതിപ്രവൃത്തി, ആക്ഷൻ ആൻഡ് റിയാക്ഷൻ, ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് എന്ന് പറയും. പക്ഷേ ഈക്വലാന്ന് പറയാൻ പറ്റത്തില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അതിനൊരു കാരണം ഇതാ, ആക്ഷൻ ഇല്ലെങ്കിൽ റിയാക്ഷൻ ഇല്ല. അപ്പോൾ ആക്ഷൻ എപ്പോഴും റിയാക്ഷനേക്കാൾ മൗലികമാണ്. അപ്പോൾ ആക്ഷനാണ് ഏറ്റവും ഗ്രേറ്റ് ആയിട്ടുള്ള പ്രവൃത്തി. റിയാക്ഷൻ ആക്ഷൻ്റെ ഫലമാണ്. അപ്പോൾ ദൈവം ഒരിക്കലും റിയാക്ട് ചെയ്യില്ല, ആക്ട് ചെയ്യുള്ളൂ. ദൈവം എപ്പോഴും ആദ്യ പ്രവൃത്തി ചെയ്യുള്ളൂ, പ്രതിപ്രവൃത്തി ദൈവം ചെയ്യല, ചെയ്യാൻ പറ്റിയല്ല ദൈവത്തിന്. കാരണം ദൈവമാണല്ലോ എല്ലാത്തിൻ്റെയും ആദ്യ കാരണം. ആദ്യ കാരണമായ ദൈവത്തിന് ആദ്യ പ്രവൃത്തി ചെയ്യാനേ പറ്റൂ. ആദ്യ പ്രവൃത്തിയുടെ പ്രതിപ്രവൃത്തിയാണ് മനുഷ്യനിൽ നിന്നും എല്ലാം ഉണ്ടാകുന്നത്. അപ്പോൾ പ്രൈമറി ആക്ടേഴ്സ് ഉണ്ടെങ്കിലേ സെക്രട്ടറി ആക്ട് ഉള്ളൂ എന്നുള്ളതാണ്. ഇപ്പോൾ ഉദാഹരണത്തിന്, ഞാൻ പ്രാർത്ഥിച്ചു, എൻ്റെ പ്രാർത്ഥന കേട്ട് ദൈവം എന്നെ അനുഗ്രഹിച്ചു എന്ന് വന്നാൽ അവിടെ പ്രാർത്ഥിച്ചവനാണ് അനുഗ്രഹിച്ചവനേക്കാൾ വലിയവൻ. എൻ്റെ പ്രാർത്ഥനയ്ക്കുള്ള റിയാക്ഷനായിപ്പോയി എന്ത്? അനുഗ്രഹം. അപ്പം ദൈവത്തിൻ്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു റിയാക്ഷൻ ഇല്ല. ആ പ്രവൃത്തി റിയാക്ഷനാണെങ്കിൽ ഇവിടെ പ്രാർത്ഥിച്ചവനാണ് ദൈവത്തെക്കാൾ മിടുക്കനായിരിക്കുന്നത്. അതേസമയം ദൈവം എനിക്ക് തന്നു, അനുഗ്രഹം തന്നു, ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ അത് സ്വീകരിച്ചു. ഇപ്പോൾ ഉദാഹരണത്തിന്, ഞാൻ ബേബിച്ചനോട് എന്തെങ്കിലും എനിക്കൊരു സഹായം ആവശ്യപ്പെട്ടു എന്നിരിക്കട്ടെ. ബേബിച്ചൻ പറഞ്ഞു, അതിന് അച്ഛൻ അങ്ങ് വന്നാൽ മതി, അല്ലെങ്കിൽ അവിടെ വെച്ചിട്ടുണ്ട്, അച്ഛൻ വന്ന് എടുത്താൽ മതി. ചോദിച്ചാൽ തരുമെന്ന് വിചാരിച്ച് ഞാൻ വരുന്നതും എനിക്ക് വേണ്ടി അവിടെ വെച്ചിട്ടുണ്ടെന്ന് കരുതി അറിഞ്ഞുകൊണ്ട് വരുന്നതും വ്യത്യാസമല്ലേ? വ്യത്യാസമുണ്ട്. അപ്പോൾ ദൈവം തരുന്നത് കൊണ്ട് നമ്മൾ ചോദിക്കുകയല്ല, തന്നതുകൊണ്ടാണ് നമ്മൾ ചോദിക്കുന്നത്. അവിടെയാണ് ചോദിക്കും നിങ്ങൾക്ക് ലഭിക്കുമെന്ന്. ചോദിക്കും നിങ്ങൾക്ക് തരാമെന്നല്ല വാഗ്ദാനം. ചോദിക്കും നിങ്ങൾക്ക് ലഭിക്കും. ചോദിക്കൽ എന്തായിത്തീരുന്നു? ലഭിക്കലായി തീരുകയാണ്. അന്വേഷിക്കൽ കണ്ടെത്തലായി തീരുകയാണ്. അന്വേഷിക്കുവാൻ ഞാൻ കാണിച്ചു തരാമെന്നല്ല, അന്വേഷിക്കുക നിങ്ങൾ കണ്ടെത്തും. അപ്പോൾ അന്വേഷിക്കൽ കണ്ടെത്തലായി തീരുകയാണ്. എന്തുകൊണ്ടാണ് അന്വേഷിക്കൽ കണ്ടെത്തലായി തീരുന്നത്? ദൈവം എന്നെ തേടി എൻ്റെ അടുത്തേക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ എപ്പോഴും എന്നെ തേടി വരുന്നുണ്ട് ദൈവം. യേശു ക്രിസ്തുവിൽ ദൈവം എന്നെ തേടി വരുന്നു. എന്നെ തേടി വരുന്നതുകൊണ്ടാണ് ഞാൻ ദൈവത്തെ തേടുമ്പോൾ ഞാൻ ദൈവത്തെ കണ്ടെത്തുന്നത്. അപ്പോൾ എൻ്റെ കണ്ടെത്തലിൻ്റെ കാരണം ഞാൻ തേടി എന്നുള്ളതിനേക്കാൾ ദൈവം എന്നെ തേടി വന്നു എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞില്ലേ, ഒരു വാച്ച് നഷ്ടപ്പെട്ടു, ബസ് സ്റ്റോപ്പിൽ വെച്ചാണ് നഷ്ടപ്പെട്ടത്. ഞാൻ ഇവിടെ വന്നപ്പോഴാണ് അറിഞ്ഞത് വാച്ച് പോയ വിവരം. അപ്പോൾ ബസ് സ്റ്റോപ്പിൽ വെച്ച് ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ വന്നപ്പോൾ എനിക്ക് മനസ്സിലായി, ബസ് സ്റ്റോപ്പിൽ നിന്ന് ഇവിടെ വരെ വന്നതിനിടയ്ക്കാണ് ഇത് നഷ്ടപ്പെട്ടത്. അപ്പോൾ പിന്നെ ഞാൻ എന്ത് ചെയ്യുന്നു? അന്വേഷിക്കുകയാണ്. അന്വേഷിച്ച് പോകുമ്പോൾ വഴിയിൽ വാച്ച് കിടക്കുന്നു. അന്വേഷിച്ചത് കൊണ്ട് ഞാൻ കണ്ടെത്തിയതാണോ എന്ന് ചോദിച്ചാൽ അന്വേഷിച്ചില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ കണ്ടെത്തിയില്ലായിരുന്നു. പക്ഷെ അന്വേഷിച്ചുകൊണ്ടാണോ കണ്ടെത്തിയത്?
വാച്ച് അവിടെ കിടന്നുകൊണ്ടാണ് കണ്ടെത്തിയത്. ആരെങ്കിലും എടുത്തുകൊണ്ട് പോയിരുന്നെങ്കിൽ ഞാൻ എത്ര അന്വേഷിച്ചാലും കണ്ടെത്തിയില്ലായിരുന്നു. അപ്പോൾ എൻ്റെ അന്വേഷണം എന്തായി തീർന്നു? കണ്ടെത്തലായി തീർന്നു. ഉള്ളതിനെ കണ്ടെത്തലായി തീർന്നു. ദൈവം നൽകിയതിനെ ഞാൻ സ്വീകരിക്കുന്നു പ്രാർത്ഥനയിലൂടെ. വിശ്വാസത്തിൻ്റെ ആവിഷ്കാരമാണല്ലോ പ്രാർത്ഥന. അപ്പോൾ അതുകൊണ്ടാണ് ഈശോ പറയുന്നത്, നിങ്ങൾ ചോദിക്കുന്നതിന് മുമ്പേ കിട്ടിക്കഴിഞ്ഞു എന്ന് ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് നന്ദി പറഞ്ഞോളാൻ പറഞ്ഞത്. ലാസറിനെ ഉയർപ്പിക്കുന്ന സമയത്ത് കർത്താവ് അതേ തന്നെ പ്രയോഗം അല്ലേ? അങ്ങൻ്റെ പ്രാർത്ഥന കേട്ടതിനാൽ ഞാൻ നിന്നെ സ്തുതിക്കുന്നെന്ന് പറഞ്ഞിട്ടാണ് ലാസറെ പുറത്തു വരിക എന്ന് പറഞ്ഞത്. അപ്പോൾ ദൈവം തന്നതിനെ നാം പ്രാർത്ഥനയിലൂടെ സ്വീകരിക്കുക ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഏത് കാര്യവും പ്രാർത്ഥനയിലൂടെ സാധിക്കും. ദൈവഹിതപ്രകാരമുള്ള ഏത് കാര്യവും സാധിച്ചു കിട്ടും എന്ന് പറയാൻ കാരണം. അപ്പോൾ അന്വേഷിക്കുവാൻ കണ്ടെത്തും, അല്ലാതെ കാണിച്ചു തരാമെന്നല്ല. ചോദിക്കുവാൻ നിങ്ങൾക്ക് തരാമെന്നല്ല, ലഭിക്കും. അപ്പോൾ തന്നതിനെ നാം സ്വീകരിക്കുന്നു, ഉള്ളതിനെ കണ്ടെത്തുന്നു. അതാണ് സംഭവം. അപ്പം അങ്ങനെ വരുമ്പോൾ ഈ ചോദിക്കുന്നവർക്കൊരു ഉറപ്പുണ്ട്. എന്താണ്? ദൈവം തന്നതിനെയാണ് ഞാൻ ചോദിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ തന്നതിനെ പിന്നെ എന്തിനാണ് ചോദിക്കുന്നത് വെച്ചാൽ സ്വീകരിക്കൽ പ്രോസസ്സാണ്. ഒരു വ്യക്തി സ്വീകരിക്കണം, അതാണ്. സ്വീകരിച്ചാലേ കിട്ടുള്ളൂ. അപ്പോൾ സ്വീകരിക്കലിൻ്റെ ഒരു പ്രോസസ്സുണ്ട്, അതാണ് ഈ ചോദിക്കൽ. ഇവിടെ ശ്വാസം അല്ലെങ്കിൽ പ്രാണവായു ഉണ്ട്. ഈ അന്തരീക്ഷത്തിൽ നമ്മെ ചൂഴ്ന്ന് നിൽക്കുന്നു പ്രാണവായു. പക്ഷേ ശ്വസിക്കുന്നവനത് കിട്ടുന്നു. നിശ്വസിച്ച് വീണ്ടും ശ്വസിക്കുമ്പോൾ അത് കിട്ടുന്നു, അല്ലെങ്കിൽ കിട്ടിയാൽ ഉള്ളതുകൊണ്ടാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ശ്വസിക്കാതെ കിട്ടുകയില്ല. ആ ശ്വസന പ്രക്രിയ ദൈവത്തിൻ്റെ സന്നിധിയിൽ ജീവന് വേണ്ടി നമ്മൾ ശ്വസിക്കുകയും നിശ്വസിക്കുകയും ചെയ്യലാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. ഇതുപോലെ നമുക്ക് വേറൊരു ഉദാഹരണം പറയാം. ചോദിക്കലും സ്വീകരിക്കലും രണ്ടല്ല, അല്ലെങ്കിൽ ചോദിക്കലും ലഭിക്കലും രണ്ടല്ല, ഒന്നാണ്. ചോദിക്കൽ ലഭികളായി തീരുന്നതുകൊണ്ടാണ്. ഇപ്പോൾ ഒരമ്മ കുഞ്ഞുവാവായ്ക്ക് തൻ്റെ അമ്മിഞ്ഞപ്പാൽ മുഴുവൻ കൊടുത്തിരിക്കുന്ന, പക്ഷെ എപ്പോഴാണ് ആ കുഞ്ഞ് അത് സ്വീകരിക്കുന്നതെന്ന് ചോദിച്ചാൽ അതിന് വേണ്ടപ്പോഴാണത് സ്വീകരിക്കുന്നത്. കാരണം അത് കരഞ്ഞ് പാകമാകുമ്പോഴാണ് അമ്മ കൊടുക്കുന്നത് നമുക്ക് വേണേൽ പറയാം. ഈ കുഞ്ഞ് കരഞ്ഞ് പാകമാകാതെ കൊടുത്താൽ അത് സ്വീകരിക്കില്ല, ബലപ്രയോഗത്തിലൂടെ കൊടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ അമ്മ കൊടുത്തു എന്നത് അമ്മ കൊടുത്തത് തന്നെയാണ്. പക്ഷേ കുഞ്ഞ് സ്വീകരിക്കുമ്പോഴാണ് അമ്മയുടെ കൊടുക്കൽ യാഥാർത്ഥ്യമാകുന്നത്. ശരിയല്ലേ? കുഞ്ഞ് സ്വീകരിക്കുമ്പോഴാണ് അമ്മയുടെ കൊടുക്കൽ യാഥാർത്ഥ്യമാകുന്നത്. അതിന് മുമ്പ് കൊടുക്കൽ നടന്നു കഴിഞ്ഞു, കുഞ്ഞ് സ്വീകരിക്കുമ്പോൾ ആ കൊടുക്കൽ യാഥാർത്ഥ്യമാകുന്നു. ഇവിടെ നമുക്ക് പറയാൻ പറ്റും, അമ്മയുടെ കൊടുക്കലും കുഞ്ഞിൻ്റെ കുടിക്കലും രണ്ടല്ല, പിന്നെന്താ? അത് ഒന്നാ. അമ്മയുടെ കൊടുക്കൽ തന്നെയാണ് കുഞ്ഞിൻ്റെ കുഞ്ഞ് കുടിക്കുമ്പോൾ അമ്മ കൊടുക്കൽ അവിടെ നടക്കുന്നു. കുടിക്കലും കൊടുക്കലും ഒന്ന് തന്നെയായിട്ട് തരികയാണ്. എന്ന് പറഞ്ഞാൽ ദൈവം തന്നു എല്ലാം. ദൈവം തൻ്റെ പുത്രനെ തന്നു, പരിശുദ്ധാത്മാവിനെയും തന്നു. യേശുക്രിസ്തുവിൽ സകലതും നമുക്ക് തന്നു. അങ്ങനെയാണെങ്കിൽ യേശുക്രിസ്തുവിനെ സ്വീകരിക്കുന്നവർക്ക് എല്ലാം തന്നിരിക്കുക. ഓരോ സമയത്ത് ആവശ്യമായത് പ്രാർത്ഥിച്ച് സ്വീകരിച്ചാൽ മതി. അപ്പോൾ സ്വീകരിക്കാത്തതുകൊണ്ടാണ് കിട്ടാത്തത്. വിൻസെൻ്റ് പോളിൻ്റെ വളരെ പ്രസിദ്ധമായ ഒരു വാക്യമുണ്ട്. ഇതാണ്: മാൻ ഗെറ്റ്സ് ഓൾമോസ്റ്റ് നത്തിങ് ഫ്രം ഗോഡ് വിതൗട്ട് പ്രയർ. ദൈവത്തിൽ നിന്ന് മനുഷ്യൻ പ്രാർത്ഥന കൂടാതെ ഒന്നും തന്നെ ഏറ്റുവാങ്ങുന്നില്ല, സ്വീകരിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് പ്രാർത്ഥനയിൽ ആഴപ്പെടുന്ന വ്യക്തികൾ, പ്രാർത്ഥനയിൽ സമയം ചെലവഴിക്കുന്ന വ്യക്തികൾ ഒത്തിരി കാര്യങ്ങൾ സ്വീകരിക്കും. കൃപ സ്വീകരിക്കും, കൃപയോടൊപ്പം ബാക്കിയെല്ലാം കൂട്ടിച്ചേർത്തും സ്വീകരിക്കും. നിങ്ങൾ ആദ്യമായിട്ട് ദൈവത്തിൻ്റെ രാജ്യം എടുത്ത് നീതി അന്വേഷിക്കുക, ബാക്കിയെല്ലാം കൂട്ടിച്ചേർത്ത് നൽകപ്പെടും എന്ന് പറഞ്ഞിരിക്കുന്നത്. തരാമെന്നല്ല, നൽകപ്പെടും എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ സ്വീകരിക്കൽ പ്രോസസ്സാണ് പ്രാർത്ഥന. അപ്പോൾ അതുകൊണ്ട് ദൈവത്തിൻ്റെ ആദ്യ പ്രവൃത്തിക്ക് മനുഷ്യനിൽ നിന്നുണ്ടാകുന്ന റെസ്പോൺസാണ് ആധ്യാത്മിക ജീവിതം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ ആദ്യ പ്രവൃത്തിക്ക് മനുഷ്യനിൽ നിന്നുണ്ടാകുന്ന റെസ്പോൺസാണ് ആധ്യാത്മിക ജീവിതം. ഈ ആദ്യ പ്രവൃത്തി എന്ന് പറയുന്നത് നമ്മൾ കാണുന്നത്, പ്രധാനമായിട്ടും നമ്മൾ രക്ഷാകരമായി തീർന്ന പ്രവൃത്തി യേശുക്രിസ്തുവിലൂടെ കാണുന്ന പ്രവൃത്തിയാണ്. അപ്പോൾ യേശുക്രിസ്തുവിലൂടെ ദൈവത്തിൻ്റെ ആദ്യ സ്നേഹം നമ്മൾ കാണുന്നു. ഈ ആദ്യ സ്നേഹത്തിന് നമ്മളിൽ നിന്ന് ഒരു പ്രതിസ്നേഹം ഉണ്ടാകുന്നു. എപ്പോഴും സ്നേഹത്തിന് ഈ രണ്ട് സംഗതിയുണ്ട്: ഒരു ആദ്യ സ്നേഹം, ഒരു പ്രതിസ്നേഹം. അമ്മ കുഞ്ഞിനെ സ്നേഹിക്കുന്നതുകൊണ്ടാണ് കുഞ്ഞിന് അമ്മയെ സ്നേഹിക്കാൻ സാധിക്കുന്നത്.
അമ്മ കുഞ്ഞിനെ സ്നേഹിച്ചില്ലെങ്കിൽ കുഞ്ഞിന് അമ്മയെ സ്നേഹിക്കാൻ സാധിക്കില്ല. അമ്മ കുഞ്ഞിനെ വെറുത്താൽ കുഞ്ഞ് അമ്മയെ വെറുക്കുകയുള്ളൂ. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? അത്രേ ഉള്ളൂ, അല്ലാതെ സാധിക്കില്ല. അപ്പം അമ്മയുടെ സ്നേഹത്തിൻ്റെ റെസ്പോൺസാണ് കുഞ്ഞിൻ്റേത്. ഇതുപോലെ തന്നെ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ റെസ്പോൺസാണ് മനുഷ്യന് ദൈവത്തോടുള്ള സ്നേഹം. അങ്ങനെയാണ് ആയിരിക്കേണ്ടത്. അപ്പം അതിന് പകരം ഒരു ഭക്തൻ വിചാരിക്കുകയാണെന്നിരിക്കട്ടെ, ഞാൻ ഒരു ആനയെ നടക്കിരുത്തിയാൽ ഇത് കണ്ട് പ്രസാദിച്ച് ദൈവം എനിക്ക് ഞാൻ ചോദിച്ച് അനുഗ്രഹം തരും എന്ന് വിചാരിച്ച് ഒരു ആനയെ നടക്കിരുത്തിയാൽ ഇവിടെ ദൈവത്തെ സ്വാധീനിക്കാൻ ശ്രമിക്കല്ലേ? ദൈവം സ്വാധീനത്തിന് വഴിപ്പെടുമോ? സ്വാധീനത്തിന് വഴിപ്പെടുന്നതാണല്ലോ ദൈവം. അവിടെ ഈ വ്യക്തിയുടെ പ്രവൃത്തിയാണ് ഈ വ്യക്തി വലുതായിട്ട് കാണുന്നത്. ദൈവത്തിന് പോലും എനിക്കൊന്ന് തരാതിരിക്കാൻ പറ്റാത്ത വിധം ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കാൻ ഇത് കാരണമാകുന്നതാണ് വിചാരിക്കുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു വാചകം ഇവിടെ, അവർക്ക് ദൈവത്തെക്കുറിച്ച് തീഷ്ണതയുണ്ടെന്ന് ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു. ആ തീഷ്ണത ശരിയായ അറിവിൻ്റെ അടിസ്ഥാനത്തിലല്ലെന്നേ ഉള്ളൂ. എന്തെന്നാൽ ദൈവത്തിൻ്റെ നീതിയെക്കുറിച്ച് അവർ അജ്ഞരാകൊണ്ടും തങ്ങളുടെ തന്നെ നീതി സ്ഥാപിക്കാൻ വ്യഗ്രത കാണിക്കുന്നത് കൊണ്ടും ദൈവനീതിക്ക് അവർ കീഴ്വഴങ്ങിയില്ല. റോമ 8:2. വിശ്വസിക്കുന്ന ഏതൊരുവനും നീതീകരിക്കപ്പെടുന്നതിന് ക്രിസ്തു നിയമത്തെ പൂർത്തീകരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അർത്ഥം എന്താ? അവർക്ക് ദൈവത്തെക്കുറിച്ച് തീഷ്ണതയുണ്ടെന്ന് ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു. ആ തീഷ്ണത ശരിയായ അറിവിൻ്റെ അടിസ്ഥാനത്തിലല്ലെന്നേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം, ഞാൻ ദൈവത്തിൻ്റെ മുമ്പിൽ എന്തെങ്കിലും ചെയ്താൽ അത് കണ്ട് പ്രസാദിച്ച് ദൈവം എന്നെ അനുഗ്രഹിക്കുന്ന ഒരു കൂട്ടർ വിശ്വസിക്കുന്നു. ഞാൻ ഉപവസിച്ചാൽ, ഞാൻ പ്രാർത്ഥിച്ചാൽ എൻ്റെ ആ പ്രവൃത്തിക്ക് ദൈവം തക്കതായൊരു പ്രതിഫലം തരുമെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയുള്ളവർക്ക് അത് സ്വന്തം നീതിയാണ്, മനുഷ്യൻ്റെ നീതിയാണ്. ഞാൻ ചെയ്യുന്നതിന് അനുസരിച്ച് നീതിപൂർവ്വം ദൈവം എന്തെങ്കിലും എനിക്ക് തരിക. അപ്പം ഞാൻ അങ്ങോട്ട് ചെയ്യുന്നു, അതിൽ പ്രസാദിച്ച് ദൈവം ഇങ്ങോട്ട് തരണം. ഇവിടെ ആദ്യ പ്രവൃത്തി ചെയ്യുന്നത് മനുഷ്യനായിട്ട് മാറുന്നു. ദൈവം ഒരിക്കലും പ്രതിപ്രവൃത്തി ചെയ്യല. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്കും അതാണ് അവർക്ക് ദൈവത്തെക്കുറിച്ച് തീഷ്ണതയുണ്ടെന്ന് ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു. ആ തീഷ്ണത തെറ്റായ അറിവിൻ്റെ അടിസ്ഥാനത്തിലുള്ളതാണ്. ദൈവത്തിൻ്റെ നീതിയെക്കുറിച്ച് അവർ അജ്ഞരാകൊണ്ടും തങ്ങളുടെ തന്നെ നീതി സ്ഥാപിക്കാൻ വ്യഗ്രത കാണിക്കുന്നതുകൊണ്ടും ദൈവനീതിക്ക് അവർ കീഴ്വഴങ്ങുന്നില്ല. അപ്പം ദൈവനീതി എന്താണ്? ദൈവനീതി എന്ന് പറയുന്നത് സൗജന്യമായിട്ട് തരുന്നതാണ് ദൈവനീതി. ഇല്ലാത്തവർക്ക് ഉള്ളവൻ കൊടുക്കുന്നത് നീതിയല്ലേ? ശരിയല്ലേ? നമ്മൾ ആർക്കാണ് കൊടുക്കേണ്ടത്? ഉള്ളവനാണോ കൊടുക്കേണ്ടത്? ഇല്ലാത്തവർക്കാണ് കൊടുക്കേണ്ടത്. ഒരു നേരത്തെ ഭക്ഷണം പോലും കഴിക്കാനില്ലാതിരിക്കുന്നവർക്ക് കൊടുക്കുന്നതാണ് ദൈവത്തിൻ്റെ നീതി. ഈ ഒരു കാഴ്ചപ്പാട് നമ്മൾ നോക്കുമ്പോൾ നമ്മളെ സ്നേഹിക്കുന്നവന് തിരിച്ച് സ്നേഹം കൊടുക്കുന്നതിനകത്ത് വലിയ കാര്യമില്ല. നമ്മളെ വെറുക്കുന്നവർക്ക് സ്നേഹം കൊടുത്താൽ ആ സ്നേഹം കൊടുക്കലിന് വലിയ മൂല്യമുണ്ട്. കാരണം എന്താ? അതൊരാദ്യ പ്രവൃത്തിയാണ്. എന്നെ ഇങ്ങോട്ട് സ്നേഹിക്കുന്നവനെ ഞാൻ അങ്ങോട്ട് സ്നേഹിക്കുന്നത് അവൻ്റെ സ്നേഹത്തിൻ്റെ പ്രതിപ്രവൃത്തിയാണ്. അതൊരു പട്ടിക്ക് പോലും സാധിക്കും. അങ്ങോട്ട് സ്നേഹം കാണിച്ചാൽ ഒരു പട്ടി ഇങ്ങോട്ട് സ്നേഹം കാണിക്കും. അതേസമയം വെറുക്കുന്ന ഒരാളെ സ്നേഹിക്കുക എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ്, അത് ആദ്യ പ്രവൃത്തിയാണ്. അതുകൊണ്ടാണ് ശപിക്കുന്നവരെ അനുഗ്രഹിക്കുക എന്നുള്ള ഒരു ആദ്യ പ്രവൃത്തിയാണ്. ഉപദ്രവം ചെയ്യുന്നവർക്ക് ഉപകാരം ചെയ്യുക എന്ന് പറയുന്നത് ഒരു ആദ്യ പ്രവൃത്തിയാണ്. ഈ ആദ്യ പ്രവൃത്തിക്ക് ഒരു പ്രതിപ്രവൃത്തി ഇങ്ങോട്ടുണ്ടാകാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ ശത്രുവിനെ സ്നേഹിക്കുന്ന ഒരാൾക്ക് ഈ സ്നേഹത്തിൻ്റെ ഒരു പ്രതിപ്രവൃത്തി ശത്രുവിൽ നിന്ന് പയ്യെ കിട്ടാൻ തുടങ്ങും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഒരു പുതിയ സ്നേഹബന്ധം അവിടെ ഉണ്ടാവും. ദൈവകേന്ദ്രീകൃതമായ ഒരു സ്നേഹബന്ധം. ദൈവനാമത്തിലാണല്ലോ ശത്രുവിനെ ഒരാൾ സ്നേഹിക്കുന്നത്. ദൈവസ്നേഹം ഉള്ളിലുള്ളതുകൊണ്ടാണല്ലോ അത് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഒരു പ്രതിസ്നേഹം ആ വ്യക്തിയിൽ നിന്ന് ഉണ്ടാവും. അപ്പോൾ ആ പ്രതിസ്നേഹമാണ് വാസ്തവത്തിൽ ആത്മീയ ബന്ധമായിട്ട് വരാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ദൈവത്തിൻ്റെ ആ ആദ്യ പ്രവൃത്തി എപ്പോഴും നമ്മളിലൊരു പ്രതിപ്രവൃത്തി ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നത്, ഈശോ നമ്മോട് ആവശ്യപ്പെടുന്നത് ദൈവം ചെയ്യുന്നത് പോലെയുള്ള ആദ്യ പ്രവൃത്തിയാണ് നീ ചെയ്യേണ്ടത്. സ്നേഹിക്കുന്നവരെ മാത്രം സ്നേഹിക്കുന്നതിൽ എന്ത് മേന്മയാണുള്ളത്? അതിൻ്റെ മറുപടി ഒരു മേന്മയുമില്ല. ഉപകാരം ചെയ്യുന്നവർക്ക് തിരിച്ച് ഉപകാരം ചെയ്യുന്നതിൽ എന്ത് മേന്മയാണുള്ളത്? ഒരു മേന്മയും ഇല്ല. അത് ശത്രുക്കളും ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ പാപികളും ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ ഭീകരന്മാരും ഒക്കെ ചെയ്യുന്ന കാര്യം തന്നെയാണ്. അതിനകത്ത് പ്രത്യേകിച്ച് മേന്മയൊന്നുമില്ല. അതേസമയം മേന്മയുള്ളൊരു പ്രവൃത്തി, എന്നെ ഉപദ്രവിക്കുന്നവർക്ക് ഉപകാരം ചെയ്യുന്നത് ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ്. ശത്രുക്കൾക്ക് സ്നേഹം കൊടുക്കുന്നത് ദൈവത്തിൻ്റെ. എന്നെ ആദരിക്കുന്നവരെ ആദരിക്കുന്നതിനകത്ത് പ്രത്യേകിച്ച് മേന്മയൊന്നുമില്ല.
എന്നെ അധിക്ഷേപിക്കുന്ന ഒരു വ്യക്തിയെ ഞാൻ ആദരിക്കുമ്പോഴാണ് ശ്രേഷ്ഠമായൊരു പ്രവൃത്തി എന്നിൽ നിന്നുണ്ടാകുന്നത്, ദൈവികമായ പ്രവൃത്തിയാണ് ഉണ്ടാകുന്നത്. പക്ഷെ പലപ്പോഴും നമ്മൾ എന്താ ചെയ്യുന്നത്, ചിന്തിക്കുന്നത്, എന്നെ ആദരിക്കാത്തവനെ ഞാനും ആദരിക്കേണ്ട കാര്യമില്ലല്ലോ, എന്നെ സ്നേഹിക്കാത്തവനെ ഞാനും സ്നേഹിക്കേണ്ട കാര്യം ഇല്ലല്ലോ നമ്മൾ ചിന്തിക്കുന്നത്. അത് മാനുഷികമായ കാഴ്ചപ്പാടാണ്. അപ്പോൾ ദൈവികമായ കാഴ്ചപ്പാട്, യേശുക്രിസ്തുവിൻ്റെ കാഴ്ചപ്പാട് നമുക്ക് കിട്ടുമ്പോഴാണ് നമ്മളിൽ മാനസാന്തരം ഉണ്ടാകുന്നത്. മനസ്സ് മാറണമല്ലോ. അപ്പം മനസ്സിൻ്റെ മാറ്റം എന്ന് പറയുന്നത് ദൈവികമായ കാഴ്ചപ്പാട് നമുക്കുണ്ടാകുമ്പോഴാണ്. അതാണ് നിൻ്റെ കണ്ണാണ് നിൻ്റെ ശരീരത്തിൻ്റെ വിളക്ക്. കണ്ണ് കുറ്റമറ്റതെങ്കിൽ ശരീരം മുഴുവൻ കുറ്റമറ്റതായിരിക്കും. നിൻ്റെ കാഴ്ചപ്പാട്, നിൻ്റെ ദർശനം, ജീവിത ദർശനം ശരിയാണെങ്കിൽ ജീവിതം മുഴുവനും വെളിച്ചമുള്ളതായിരിക്കും എന്ന് പറയാൻ കാരണം. അപ്പോൾ കാഴ്ചപ്പാടിൻ്റെ മാറ്റം, അതാണ് മനസ്സിൻ്റെ മാറ്റം എന്ന് പറയുന്നത്. റോമാലേഖനം 12-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യം, നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകരുത്, പ്രത്യുത നിങ്ങളുടെ മനസ്സിൻ്റെ നവീകരണം വഴി രൂപാന്തരപ്പെടുവിൻ. അപ്പം ഒരു മനസ്സ് മാറ്റം, അതാണ് മാനസാന്തരം, മനസ്സിൻ്റെ അന്തരമാണ്. അത് കാഴ്ചപ്പാടിൻ്റെ അന്തരം അനുസരിച്ചാണ് മനസ്സിൻ്റെ അന്തരം ഉണ്ടാകുന്നത്. ആ മനസ്സിൻ്റെ അന്തരം ഉണ്ടായാലേ ഹൃദയത്തിൻ്റെ അന്തരം ഉണ്ടാവുള്ളൂ. അപ്പം മാനസാന്തരം ഉണ്ടാകണം. അതാണ് സമയം പൂർത്തിയായി ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നത്, മാനസാന്തരപ്പെടുവൻ, അനുദവിക്കുവാൻ മാനസാന്തരപ്പെടുവൻ. അപ്പം ഈ മനസ്സ് മാറ്റം എന്ന് പറയുന്നത് മനോഭാവത്തിൻ്റെ മാറ്റമാണ്. കാഴ്ചപ്പാടിൻ്റെ ദർശനത്തിൻ്റെ മാറ്റത്തിനനുസരിച്ച് മനസ്സ് മാറുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന്, എന്നെ സ്നേഹിക്കാത്തവനെ ഞാൻ സ്നേഹിക്കേണ്ട കാര്യമില്ല എന്നത് ഈ ലോകത്തിന് അനുരൂപമായ ഒരു ചിന്തയാണ്. എന്നെ ആദരിക്കാത്തവനെ ഞാനും ആദരിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ അതെല്ലാം ഈ ലോകത്തിൻ്റെ കാഴ്ചപ്പാടാണ്. അത് വിട്ടിട്ട് ദൈവത്തിൻ്റെ കാഴ്ചപ്പാടെടുക്കണം. അപ്പോൾ ദൈവനീതി എന്ന് പറയുന്നത് ഇല്ലാത്തവർക്ക് സൗജന്യമായിട്ട് കൊടുക്കുന്നതാണ് ദൈവനീതി. ഇല്ലാത്തവനാണ് കിട്ടാൻ അറിയിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ സ്നേഹമില്ലാത്തവനാണ് എന്നെ വെറുക്കുന്നത്. അങ്ങനെയാണ് എന്നെ വെറുക്കുന്നവനാണ് സ്നേഹം അർഹിക്കുന്നത്. എന്നെ ഉപദ്രവിക്കുന്നവനാണ്, എന്നോട് തിന്മ ചെയ്യുന്നവനാണ് നന്മ അർഹിക്കുന്നത്. എന്നെ നിന്ദിക്കുന്നവനാണ് ആദരവ് അർഹിക്കുന്നത്. അപ്പം അതുകൊണ്ട് നാം ആ ഒരു കാഴ്ചപ്പാടും ആ ഒരു മനോഭാവവും ദർശനവും സ്വീകരിച്ചാൽ അതിനനുസരിച്ചുള്ള ഒരു കൃപ നമ്മൾ പ്രവർത്തിക്കും. അപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളെ കൊണ്ട് അത്തരം പ്രവൃത്തികൾ ചെയ്യിക്കും. അതാണ്, ദർശനം കൊണ്ട് മാത്രം കാര്യമായില്ല, അവിടെ പ്രിൻസിപ്പിൾ കൊണ്ട് മാത്രം കാര്യമായില്ല, ആ പ്രിൻസിപ്പിളിനെ പ്രാവർത്തികമാക്കുന്നൊരു ശക്തി കൂടി വേണം. ഈ അടുത്ത കാലത്തൊരു എയറോനോട്ടിക്കൽ എഞ്ചിനീയർ എന്നോട് പറയായിരുന്നു, ഒരുപാട് പേര് ആകാശത്തിലൂടെ പറക്കാനുള്ള ഒരു മെഷീൻ കണ്ടുപിടിക്കാൻ ശ്രമിച്ചു, ഫ്ലൈയിങ് മെഷീൻ. പക്ഷെ അവരുടെ ഒന്നും ശരിയായ പ്രിൻസിപ്പിളായിരുന്നില്ല. അതുകൊണ്ട് അവരൊന്നും വിജയിച്ചില്ല. റൈറ്റ് ബ്രദേഴ്സിൻ്റെ പ്രിൻസിപ്പിള് കറയറ്റ ഒരു പ്രിൻസിപ്പിളാണ്. പറക്കുന്ന പക്ഷിയെ നോക്കിയാണ് അവരത് കണ്ടെത്തിയത്. അപ്പോൾ ആ പ്രിൻസിപ്പിൾ അനുസരിച്ചാണ് ഇന്നും 800 പേരെയും കൊണ്ട് പറക്കുന്ന എയർബസ് പറക്കുന്നത്. ആ പ്രിൻസിപ്പിളാണ്. അത് ആ ബോഡി ഷേപ്പും ഒക്കെയാണ്. പക്ഷേ 800 പേരെയും കൊണ്ട് പറക്കാൻ സാധിക്കുന്നത് എന്തുകൊണ്ടാണ്? പ്രിൻസിപ്പിൾ ശരിയായതുകൊണ്ടാണ്. പ്രിൻസിപ്പിൾ ശരിയല്ലായിരുന്നെങ്കിൽ പറക്കാൻ പറ്റിയല്ല. പക്ഷേ പ്രിൻസിപ്പിൾ ശരിയായതുകൊണ്ടും കാര്യമില്ല, അത്രയും പറക്കാൻ കഴിയുന്നൊരു എൻജിനും കൂടി വേണം. ഇനി ആ ഷേപ്പ് അതല്ലെങ്കിൽ ഒരു ബോട്ടിൻ്റെ ഷേപ്പിൽ ഒരു സാധനത്തിൽ ഈ എയർബസിൻ്റെ 800 പേരെയും കൊണ്ട് പോകുന്ന എയർബസിൻ്റെ എൻജിൻ കെട്ടിവെച്ചാൽ പോകില്ല. അപ്പോൾ പ്രിൻസിപ്പിൾ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ അതുകൊണ്ട് പ്രിൻസിപ്പിൾ ശരിയാണ്, യേശുക്രിസ്തുവിൻ്റെ പ്രിൻസിപ്പിൾ ശരിയാണ്. പ്രിൻസിപ്പിൾ ശരിയാണെന്ന് മാത്രമല്ല, ആ പ്രിൻസിപ്പിൾ അനുസരിച്ച് പ്രവർത്തിപ്പിക്കുന്ന ഒരു ശക്തിയും ഉണ്ട്. അപ്പോൾ ആ പ്രിൻസിപ്പിളിനെ ഫോളോ ചെയ്യുന്നവർക്ക് ആ ശക്തി കിട്ടും. അതാണ്, ദർ ഈസ് നത്തിങ് ആസ് പ്രാക്ടിക്കൽ ആസ് എ സൗണ്ട് പ്രിൻസിപ്പിൾ എന്നാണ് പറയുന്നത്. പ്രിൻസിപ്പിൾ സൗണ്ടാണോ? പ്രിൻസിപ്പിൾ സൗണ്ടാണെങ്കിൽ പ്രാക്ടിക്കലാണ്. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ പ്രിൻസിപ്പിൾ സൗണ്ടാണ്. അതിനനുസരിച്ചുള്ള ഒരു ശക്തിയും പരിശുദ്ധാത്മ ശക്തിയുണ്ട്. അതുകൊണ്ട് സാധ്യം. അല്ലാതെ പ്രിൻസിപ്പിളിനോട് മാത്രമൊന്നും നടക്കില്ല. അവിടെയാണ് ഈ സോക്രട്ടീസിൻ്റെ ക്ഷമയും യേശുവിൻ്റെ ക്ഷമയും തമ്മിലുള്ള വ്യത്യാസം കിടക്കുന്നത്. അപ്പോൾ ദൈവനീതി എന്ന് പറയുന്നത്, നിങ്ങൾ ആദ്യമായിട്ട് ദൈവത്തിൻ്റെ രാജ്യവും ദൈവത്തിൻ്റെ നീതിയും അന്വേഷിക്കുക. എന്താണ് ദൈവത്തിൻ്റെ രാജ്യം? ദൈവത്തിൻ്റെ രാജ്യം എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ഭരണത്തിന് വിധേയപ്പെടുക എന്നുള്ള, ദൈവാത്മാവിനാൽ നയിക്കപ്പെടുക, നിയന്ത്രിക്കപ്പെടുക എന്നുള്ളതാണ്. അപ്പോൾ രാജ്യം എന്ന് പറഞ്ഞാൽ എത്ര ഘടകങ്ങളുണ്ട് അതിനകത്ത്? അനേക ഘടകങ്ങളുണ്ട്. രാജാവ് ഒരു ഘടകമാണ്,
രാജാവിന് വിധേയപ്പെടുന്ന ജനം ഒരു ഘടകമാണ്. അവർ വസിക്കുന്ന ടെറിട്ടറി ഒരു ഘടകമാണ്. അതുപോലെ തന്നെ അവർക്കുള്ള സമ്പത്ത് എല്ലാം ഒരു ഘടകമാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ഭരണം നടത്താൻ ദൈവം അയച്ചവനാണ് യേശുക്രിസ്തു. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ ഭരണത്തിന്, നിയന്ത്രണത്തിന് വിധേയപ്പെടുക. അങ്ങനെ വിധേയപ്പെടുന്നവരോട് ഒന്നിക്കുക, അല്ലാണ്ട് ഒറ്റപ്പെട്ടവരാകാൻ പാടില്ല. കാരണം ഒരു ടെറിട്ടറി, ഒരു കൂട്ടായ്മയുണ്ട്. അപ്പോൾ രാജ്യം എന്ന് പറയുന്നത് പ്രജകളുടെ ഒരു കൂട്ടായ്മ കൂടെയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ ഭരണം യേശുക്രിസ്തു വഴിയാണ്, ദൈവം അയച്ചവനിലൂടെയാണ്. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ കർത്തൃത്വത്തെ അംഗീകരിക്കുന്ന ഒരു ജീവിതമായിരിക്കണം നമ്മുടേത്. അങ്ങനെയുള്ളവരുടെ കൂട്ടായ്മയിലായിരിക്കണം നമ്മളത്. അങ്ങനെയെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ സമ്പത്തിന് മുഴുവൻ നമ്മൾ ഓഹരിക്കാരാകും. യേശുക്രിസ്തുവിൻ്റെ സമ്പത്ത് എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിൻ്റെ സമ്പത്താണ്. തന്നെ വിളിച്ചപേക്ഷിക്കുന്ന സകലരുടെയും മേൽ അവിടുന്ന് തൻ്റെ സമ്പത്ത് വർഷിക്കുന്നു എന്ന് പറഞ്ഞതുകൊണ്ടാണ്. അപ്പോൾ പരിശുദ്ധാത്മാവിനെ നമുക്ക് ലഭിക്കും. പരിശുദ്ധാത്മാവിൽ സകലതും നമുക്ക് ലഭിക്കും. ഈ പ്രപഞ്ചവും ആ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ വിഭവങ്ങളും യേശുക്രിസ്തുവിൻ്റെ ആയതുകൊണ്ട് നമുക്ക് ആവശ്യമുള്ളതെല്ലാം, ജീവിക്കാൻ ആവശ്യമുള്ളതെല്ലാം ലഭിക്കും. അതാണ് നിങ്ങൾ ആദ്യമായിട്ട് ദൈവത്തിൻ്റെ രാജ്യം എടുത്ത് നീതി അന്വേഷിക്കുക, ബാക്കിയെല്ലാം കൂട്ടിച്ചേർത്ത് നൽകപ്പെടും. അപ്പോൾ ദൈവത്തിൻ്റെ നീതി എന്ന് പറയുന്നത് ഇല്ലാത്തവർക്ക് സൗജന്യമായിട്ട് കൊടുക്കുന്നതാണ്. അങ്ങനെയാണെങ്കിൽ ഇല്ലാത്തതിൻ്റെ പേര് നമ്മൾ വിഷമിക്കണം? വേണ്ട. അതാണ്, ഇല്ലാത്തതിൻ്റെ പേര് വിഷമിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ഇല്ലാത്തവരാരും ദുഃഖിക്കേണ്ട. ഇനി ഇല്ലാത്തവർക്കെല്ലാം സൗജന്യമായിട്ട് കൊടുക്കുന്ന ഒരു നീതി ദൈവരാജ്യത്തിൻ്റെ നീതിയാണ്. അങ്ങനെയാണെങ്കിൽ കൃപയില്ലാത്ത ഒരാൾ എന്ത് ചെയ്താൽ മതി? കർത്താവേ, എനിക്ക് കൃപയില്ല, തരണമേ എന്ന് പറഞ്ഞാൽ ഇല്ലാത്തവർക്ക് സൗജന്യമായിട്ട് കിട്ടും. എനിക്ക് എന്തൊക്കെ ഇല്ലയോ അതെല്ലാം സൗജന്യമായിട്ട് നൽകുന്ന ഒരു നീതി ദൈവത്തിൻ്റെ നീതി. അല്ലാതെ ഇങ്ങോട്ട് തന്നാൽ അങ്ങോട്ട് കൊടുക്കുക എന്ന് പറയുന്നത് നീതിയല്ലല്ലോ, ആണോ? അത് ലോകനീതിയാണ്. മേടിച്ചാൽ കൊടുക്കണം എന്നുള്ളത് ലോകനീതിയാണ്. അപ്പോൾ ഇല്ലാത്തവർക്ക് സൗജന്യമായിട്ട് കൊടുത്താലേ ഉണ്ടാകുള്ളൂ. അതുകൊണ്ട് ഇല്ലാത്തവർക്കെല്ലാം സൗജന്യമായിട്ട് കൊടുക്കുന്ന ദൈവനീതി, ആ ദൈവനീതി ആയിരിക്കണം എൻ്റെ സ്റ്റാൻഡേർഡ്. ദൈവത്തിന് മുമ്പിൽ ഞാൻ പറഞ്ഞാൽ മാത്രം പോരാ, എൻ്റെ സഹോദരൻ്റെ കാര്യത്തിൽ എൻ്റെ സ്റ്റാൻഡേർഡ് അതായിരിക്കണം. അതാണ് യേശു എപ്പോഴും പറയുന്നത്. നീ വിളിച്ച് ആർക്കെങ്കിലും ഭക്ഷണം കൊടുക്കുമ്പോൾ തിരിച്ച് നിന്നെ വിളിച്ച് അതുപോലുള്ളൊരു വിരുന്ന് തന്ന് കടം വീട്ടുന്നവനല്ല കൊടുക്കേണ്ടത്. ഒരിക്കലും നിനക്ക് തിരിച്ചു തരാൻ കഴിവില്ലാത്തവനെ വിളിച്ചു കൊടുക്കുക. അത് ദൈവനീതിയാണ്. അത് ദൈവരാജ്യത്തിൻ്റെ ഒരു പ്രവർത്തനമാണ്. അതുകൊണ്ട് തിരിച്ചു തരുന്നവർക്ക് കൊടുക്കണമെന്നല്ല എൻ്റെ അർത്ഥം. അങ്ങനെയുള്ളവരെ അവഗണിച്ചുകൊണ്ടാണ് കൊടുക്കുന്നത് പലപ്പോഴും. അവിടെയാണ് പ്രശ്നം. അപ്പം ദൈവനീതിയുടെ മറ്റൊരു വലിയ മേഖലയുടെ കൂടെ പറയട്ടെ. ദൈവനീതി എന്ന് പറയുന്നത് ദൈവം സൃഷ്ടിച്ച മനുഷ്യൻ ദൈവത്തോടുകൂടെ ആയിരിക്കണം എന്നുള്ളതാണ് ദൈവത്തിൻ്റെ നീതി. ദൈവത്തിൽ നിന്നാകാൻ അകന്നു പോകുന്ന അനീതിയാണ്. അപ്പോൾ സാത്താൻ ചെയ്തത് വലിയ അനീതിയാണ്. എന്താ സാത്താൻ ചെയ്തത്? മനുഷ്യനെ ദൈവത്തിൽ നിന്ന് അകറ്റിക്കളഞ്ഞു. അങ്ങനെയാണെങ്കിൽ അകറ്റിക്കളഞ്ഞ മനുഷ്യനെ ദൈവത്തിങ്കിലേക്ക് തിരികെ കൊണ്ടുവരുന്നത് ദൈവത്തിൻ്റെ നീതിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ വിശുദ്ധ കുർബാനയിൽ മനോഹരമായൊരു പ്രാർത്ഥനയുണ്ട്. ഞങ്ങളെ അങ്ങയുമായി രമ്യതപ്പെടുത്തുന്ന നീതിയുടെ പ്രവൃത്തികളാൽ അങ്ങേ ഞങ്ങളെല്ലാവരും യഥോചിതം പ്രീതിപ്പെടുത്തണം. അപ്പോൾ നീതിയുടെ പ്രവൃത്തി എന്ന് പറയുന്നത് എന്താ? ദൈവത്തിൽ നിന്ന് അകന്നു പോയവരെ ദൈവത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്ന പ്രവൃത്തിയാണ് നീതിയുടെ പ്രവൃത്തി. സുവിശേഷ പ്രസംഗം എന്ന് പറയുന്നത് നീതിയുടെ പ്രവർത്തനമാണ്, ദൈവനീതിയുടെ പ്രവർത്തനമാണ്. പരിഹാരം ചെയ്യാന്നുള്ളത് ദൈവനീതിയുടെ പ്രവർത്തനമാണ്. സഹനം എന്ന് പറയുന്നത് ദൈവനീതിയുടെ പ്രവർത്തനമാണ്. അപ്പോൾ ദൈവനീതിയുടെ പ്രവർത്തനം നമ്മൾ ചെയ്യുന്നതിനനുസരിച്ചാണ് ഇവിടെ ദൈവരാജ്യം വളരുന്നത്. അപ്പോൾ ആരൊക്കെ ദൈവനീതിയുടെ പ്രവൃത്തി ചെയ്യുമോ അവരെല്ലാവരും ദൈവരാജ്യത്തെ വളർത്തുന്നവരായിരിക്കും. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് നിങ്ങൾ ആദ്യമായിട്ട് ദൈവത്തിൻ്റെ രാജ്യയുടെ നീതി അന്വേഷിക്കുക. അപ്പം നമ്മൾ സ്വാഭാവിക നീതി അന്വേഷിച്ചാൽ പോരാ, ദൈവനീതി അന്വേഷിക്കണം. ഇതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, നിങ്ങളുടെ നീതി ഫരിസേയരുടെയും ചുങ്കക്കാരുടെയും നീതിയെ അതിശയിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ദൈവരാജ്യത്തിൽ പ്രവേശിക്കില്ല. എല്ലാവർക്കും ഈ നീതിയേ ഉള്ളൂ. അങ്ങോട്ട് കൊടുത്താൽ ഇങ്ങോട്ട് കിട്ടണം, നല്ല കാര്യം ചെയ്താൽ അപ്രീഷിയേറ്റ് ചെയ്തോണം, ഇങ്ങനെയുള്ള നീതിയേ ഉള്ളൂ. അർഹിക്കുന്ന സ്നേഹം എനിക്ക് കിട്ടണം, ഈ രീതിയിലുള്ള, അല്ലാതെ ഞാൻ അങ്ങോട്ട് കൊടുത്തോണ്ട് എനിക്ക് ഇങ്ങോട്ട് കിട്ടണം, അതല്ല ദൈവത്തിൻ്റെ നീതി എന്ന് പറയുന്നത്. അപ്പോൾ ദൈവരാജ്യത്തിൻ്റെ നീതി എന്ന് പറയുന്നത് ഇല്ലാത്തവർക്ക് സൗജന്യമായിട്ട് കൊടുക്കുന്നതാണ്. അപ്പോൾ പാവങ്ങൾക്ക് ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാനോ ഇല്ലാത്തവർക്ക് നമ്മൾ ഭക്ഷണം കൊടുക്കുന്നത് തീർച്ചയായിട്ടും ദൈവനീതിയുടെ
ഭാഗം ദൈവത്തെ അറിയാനത് കാരണമാവും, ദൈവസ്നേഹം അവരറിയാൻ കാരണമാവും നമ്മളിലൂടെ. അപ്പോൾ ആ രീതിയിൽ ദൈവനീതി അന്വേഷിക്കണം. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, മനുഷ്യർ നിങ്ങളെ നിന്ദിക്കുകയും പീഡിപ്പിക്കുകയും അവഹേളിക്കുകയും നിങ്ങളുടെ പേര് ദുഷിച്ചായിട്ട് കരുതുകയും തിരസ്കരിക്കുകയും സർവ്വത വ്യാജമായിട്ട് നിങ്ങൾക്കെതിരെ കെട്ടിച്ചമയ്ക്കുകയൊക്കെ ചെയ്യുമ്പോൾ സന്തോഷിക്കാൻ പറഞ്ഞു. എന്താ കാരണം? അവിടെയെല്ലാം നമുക്ക് ആദി പ്രവർത്തി ചെയ്യാനുള്ള അവസരം കിട്ടുക. എന്നെ എപ്പോഴും പ്രശംസിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നവരുടെ മുമ്പിൽ എനിക്കൊരു ആദി പ്രവർത്തി ചെയ്യാൻ പറ്റും. എപ്പോഴും എന്നെ സ്തുതിക്കുകയും പുകഴ്ത്തുകയും അത് നിന്ദിക്കുന്നവരുടെ മുമ്പിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആദി പ്രവർത്തി ചെയ്യാൻ പറ്റും. ശപിക്കുന്നവരുടെ മുമ്പിൽ എനിക്ക് ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തി ചെയ്യാൻ പറ്റും. അങ്ങനെ ഒത്തിരി അവസരങ്ങൾ നമുക്ക് കിട്ടുന്നത് നല്ലതാണ്, പല കാരണത്താൽ നല്ലതാണ്. അപ്പം ദൈവനീതിയുടെ പ്രവൃത്തി ചെയ്ത് അവരെ വീണ്ടെടുക്കാൻ, അവരെ സ്വർഗരാജ്യത്തിലേക്ക് അല്ലെങ്കിൽ ദൈവരാജ്യത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ അതുകൊണ്ട് ചുരുക്കി പറഞ്ഞാൽ ദൈവനീതി എന്ന് പറയുന്നത് ദൈവത്തിൽ നിന്ന് അകന്നു പോയ മനുഷ്യനെ ദൈവത്തിങ്കിലേക്ക് തിരികെ കൊണ്ടുവരുന്ന പ്രവൃത്തി, യേശുവിൻ്റെ കുരിശിലെ പ്രവൃത്തി, സഹനം ദൈവനീതിയാണ്. അതുകൊണ്ടാണ് നാം എല്ലാവരും ദൈവത്തിന് നീതിയാകേണ്ടതിന് പാപമറിയാത്തവനെ ദൈവം നമുക്ക് വേണ്ടി പാപമാക്കി എന്ന് പറയുന്നത്.